ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും സ്റ്റോറിയാണ് അല്ലേ, എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്നൊരു സ്റ്റോറിയാണ്. ഇനി നമുക്ക് സെക്കൻഡ് പഠിക്കാനുള്ള ഒരു പോയമാണ് ദ 7 ഏജസ് ഓഫ് മാൻ, വില്യം ഷേക്സ്പിയറിൻ്റെ ദ 7 ഏജസ് ഓഫ് മാൻ എന്നൊരു പോയാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. വായിച്ച് എൻജോയ് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. Life keeps on changing and we take on different roles as we grow older. എന്താണ് പറയുന്നത്? ലൈഫ് കീപ്സ് ചേഞ്ചിങ്. ലൈഫ് എപ്പോഴും എന്താണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എപ്പോഴും ഒരേപോലെയാണോ? അല്ല. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ്, അതായത് ജീവിതങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. നമ്മൾ ഓൾഡർ ആവും തോറും എന്ത് ചെയ്യാണ്? വലുതാവും തോറും ഓരോരോ റോൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമാർന്ന റോൾസ് ആണല്ലേ നമ്മൾ എടുക്കുന്നത്. ആദ്യം നിങ്ങൾ എന്തായിരുന്നു? ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലേ. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണോ? അല്ല. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ റോൾ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്. ഡു യു എഗ്രി? നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്ന് പറയാല്ലേ നമുക്ക്. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങൾ എന്ത് ചെയ്തേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. നിങ്ങൾ മുന്നത്തെ ലൈഫ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങൾ എന്തൊക്കെ റോൾസാണ് പ്ലേ ചെയ്തിട്ടുണ്ടാവുക? ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു. പിന്നെന്തായി? നിങ്ങളൊരു സ്റ്റുഡൻ്റായി. ഇനി നാളെ നിങ്ങൾ എന്താവും? ഒരു അച്ഛനും അമ്മയൊക്കെ ആവും അല്ലേ. പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയാവും. അങ്ങനെ ഓരോരോ സ്റ്റേജസിലവിടെ നിങ്ങൾ കടന്നു പോകും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ദ സ്റ്റേജസ് ലൈഫ് ഡു യു തിങ്ക് യു ആർ നൗ? നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ്? നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റ് എന്ന സ്റ്റേജിലാണല്ലേ നിൽക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ലൈഫ്. നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയാണ് ഷേക്സ്പിയർ ജീവിതം എന്ന യാത്രയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നോക്കാം. ദ 7 ഏജസ് ഓഫ് മാൻ. ദ 7 ഏജസ് ഓഫ് മാൻ എന്നാണല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. എന്താണ്? ദ 7 ഏജസ് ഓഫ് മാൻ. അതായത് മനുഷ്യൻ്റെ 7 ഘട്ടങ്ങൾ, മനുഷ്യൻ്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് വില്യം ഷേക്സ്പിയർ ഇതിലൂടെ പറയുന്നത്. അതായത് ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്നത് എന്താണ്? ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലെ പ്രശസ്തമായ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ് അല്ലേ. ഓക്കെ, നമുക്ക് എന്താ എഴുതാം? വായിച്ചു നോക്കാം. എന്താ പറയുന്നത്? ഓൾ ദ വേൾഡ്സ് ഈസ് സ്റ്റേജ്. ഓൾ ദ വേൾഡ്സ് ഈസ് സ്റ്റേജ്. എന്താ പറയുന്നത്? ജീവിതം എന്താണ്? ഓൾ ദ വേൾഡ്സ് ഈസ് സ്റ്റേജ്. അതായത് ഇവിടെ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോകമല്ലേ. ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതമാണ്. ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേജ് ആണെന്നാണല്ലേ പറയുന്നത്. ഒരു നാടകവേദിയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും എന്താണെന്നാണ് പറയുന്നത്? മിയർലി പ്ലേയേഴ്സ്. മിയർലി എന്ന് പറഞ്ഞാൽ കേവലം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഓൺലി എന്ന് മീനിങ് ഇല്ലേ. യെസ്, അതാണ് ഇവിടെ പറയുന്നത്. ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും വെറും ഒരു എന്താണ്? പ്ലേയേഴ്സ് ആണ്. പ്ലേയേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ അഭിനയിക്കുന്ന ആളുകളാണ് അല്ലേ, അഭിനേതാക്കൾ മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തെ എന്തായിട്ടാണ് ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത്? ഒരു സ്റ്റേജ് ആയിട്ടാണ് അല്ലെ ഉപമിച്ചിട്ടുള്ളത്. ലോകം ഒരു നാടകവേദിയാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്. അപ്പം എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഇവിടുത്തെ എന്താണ്? വെറും ഒരു അഭിനേതാക്കളാണെന്നാണ് പറയുന്നത്. ദേ ഹാവ് ദെയർ എക്സിസ്റ്റ് ആൻഡ് ദെയർ എൻട്രൻസ്. അവർക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്? ദേ ഹാവ് ദെയർ എക്സിറ്റ്. എക്സിറ്റ് നമുക്കറിയാം അല്ലെ, പുറത്തേക്ക് പോവുക. പിന്നെ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കടന്നു വരിക അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ദേ ഹാവ് ദെയർ എക്സിറ്റ് ആൻഡ് ദെയർ എൻട്രൻസസ്. അതായത് ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? അവരുടെ ജനനത്തിലൂടെ ഈ നാടകവേദിയിലേക്ക് കടന്നു വരും അല്ലേ. എന്നിട്ട് എങ്ങനെയാണ് പുറത്തേക്ക് പ്രവേശിക്കുന്നത്? എങ്ങനെയാണ്? മരണത്തിലൂടെ അവരെന്ത് ചെയ്യും? ഈ അഭിനയം മതിയാക്കിയിട്ട് അവരെന്ത് ചെയ്യും? ജീവിതത്തിൽ നിന്ന് കടന്നു പോകുക, അതായത് ഈ വേദിയിൽ നിന്ന് കടന്നു പോവുകയും ചെയ്യുന്നു അല്ലേ. ഇവിടെ കടന്നു പോക്ക് എന്താണ്? എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മരണമാണല്ലേ. എൻട്രൻസ് എന്ന് പറയുന്നത് എന്താണ്? ജനനം. ഓക്കെ, അപ്പം എന്താണ് ഈ വരികളിൽ പറയുന്നത്? ഓരോരുത്തരും അവരുടെ ജനനത്തിലൂടെ നാടകവേദിയിലേക്ക് കടന്നു വരികയും മരണത്തിലൂടെ അഭിനയം മതിയാക്കി എന്ത് ചെയ്യും? വേദിയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു അല്ലേ. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്, ഹിസ് ആക്ട്സ് ബീങ് 7 ഏജസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്.
അതായത് തൻ്റെ ജീവിതത്തിനിടയിൽ അവർ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത വേഷങ്ങൾ, അതായത് പല വേഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടല്ലേ ഈ വേഷങ്ങൾ. ഹിസ് ആക്ട്സ് ബീയിങ് 7 ages, അതായത് ഈ വേഷങ്ങൾ 7 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്നാണെന്നല്ലേ പറയുന്നത്. ഹിസ് ആക്ട്സ് ബീയിങ് 7 ages. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അറ്റ് ദ ഫസ്റ്റ് ദ ഇൻഫാൻറ്റ്, ആദ്യം എന്തായിരുന്നു, നമ്മളൊരു പിഞ്ചു കുഞ്ഞായിരുന്നില്ലേ, കുഞ്ഞുവാവയായിരുന്നു. ഇൻഫാൻറ്റ് മീൻസ് നമ്മൾ ചെറുതായിട്ട് ഇൻഫാൻറ്റ് മീൻസ് എന്താണ്, വെരി ഓൾഡ് ചൈൽഡ്, ഒരു കുഞ്ഞു കുട്ടിയല്ലേ, ബേബി. ദെൻ മ്യൂളിങ് ആൻഡ് പക്കിങ് ഇൻ ദ നേഴ്സസ് ആംസ്, ചെറിയ കുട്ടിയായിരുന്നു നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടാവുക, മ്യൂളിങ് മീൻസ് നമ്മൾ എന്താണ്, കുഞ്ഞുങ്ങൾ കരയുന്നത് കേട്ടില്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ് അല്ലേ അവർ കരയുക, അതാണ് ഇവിടെ പറയുന്നത്. മ്യൂളിങ് ആൻഡ് പക്കിങ് മീൻസ് വൊമിറ്റ് ചെയ്യും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, നിങ്ങൾക്ക് അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, അവരെന്ത് ചെയ്യും, പാല് കുടിച്ച് ഇങ്ങനെ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. പക്കിങ് ഇൻ ദ നേഴ്സസ് ആംസ്, നേഴ്സിൻ്റെ കൈകളിലേക്ക് അവരെന്ത് ചെയ്യും, വൊമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, മ്യൂൾ ചെയ്യും അല്ലേ, അതായത് ചെറുതായിട്ട് ഇങ്ങനെ കരയും. And then the winning schoolboy with his still and shining morning face creeping like snail unwillingly to school. Then എന്താ പറയുന്നത്, and then the winning schoolboy, പിന്നീട് എന്തായി മാറും, വിന്നിങ് സ്കൂൾ ബോയ് ആയിട്ട് മാറും അല്ലേ. വിന്നിങ് എന്ന് പറയാൻ എന്താണ്, കംപ്ലൈൻറ്റ് ചെയ്യുക. വിന്നിങ് മീൻസ് നമ്മൾ എന്ത് പറയും, കംപ്ലൈൻറ്റ് ചെയ്യുക, പരാതി പറയില്ലേ, അതിനാണ് വിന്നിങ് എന്ന് പറയുന്നത്. വിന്നിങ് സ്കൂൾ ബോയ്, അതായത് പരാതികളൊക്കെ പറയുന്ന ഒരു സ്കൂൾ ബോയ് ആയിട്ട് മാറും അല്ലേ. വിത്ത് ഹിസ് സാഷൽ, പിന്നെ എന്ത് ഉപയോഗിക്കും, വിത്ത് ഹിസ് സാഷൽ. സാഷൽ മീൻസ് എന്താണ്, സ്കൂൾ ബാഗാണ് അല്ലേ. നമ്മൾ സ്കൂളിലേക്ക് ബാഗൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളത്, അതവിടെ ഒരു ഫോട്ടോ കാണുന്ന, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ കാണാനുണ്ട് അല്ലെ, ഒരു കുട്ടിയുടെ ഫോട്ടോ. അതായത് ബാഗൊക്കെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, പരാതികളൊക്കെ പറഞ്ഞ് ബാഗൊക്കെ പിടിച്ച് ഒരു സ്കൂൾ കുട്ടിയായിട്ട് മാറുന്നു അല്ലേ. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, എന്നെന്താ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യും, സ്കൂളിലേക്ക് പോകാൻ നമുക്ക് ആ സമയത്ത് ഇഷ്ടമുണ്ടാവില്ല അല്ലേ. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ, അതായത് നമ്മൾ എന്താണ് എന്ത് ചെയ്യും, തീരെ ഇഷ്ടമില്ല തന്നെയാണ് അല്ലേ സ്കൂളിലേക്കൊക്കെ പോകുക. സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത മടിയനായിട്ടൊരു ഒച്ചിനെ പോലെ, ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് പറഞ്ഞൊരു ഒച്ചിനെ പോലെ സാവധാനം അവർ നീങ്ങുന്നു. അൺവില്ലിംഗ്ലി ടു സ്കൂൾ, അതായത് നമുക്ക് ഇഷ്ടമുണ്ടാവും സ്കൂളിലേക്ക് പോകാൻ ടൈമിൽ ഇല്ല അല്ലേ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടോ, ചില കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവും അല്ലേ. ചിലർക്കൊക്കെ എന്താണ്, ഇപ്പോഴും സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലേ. യെസ്, ഫസ്റ്റ് ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നിങ്ങൾ എന്താവും, സ്കൂളിലേക്ക് പോകാനൊക്കെ അൺവില്ലിങ് ആവും അല്ലേ. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നീ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. ദെൻ നെക്സ്റ്റ്, ആൻഡ് ദെൻ ദ ലവർ sighing like a friend with woeful ballad by to his mistress eyebrow. ആൻഡ് ദെൻ ദ ലവർ, അപ്പം അടുത്ത ക്യാരക്ടർ കഥാപാത്രം എന്താണെന്നാണ് പറയുന്നത്, ലവറിൻ്റെ കഥാപാത്രമാണ് അല്ലേ, കാമുകൻ്റെയാണ്. സൈങ് ലൈക്ക് എ ഫ്യൂറൻസ് വിത്ത് എ വോഫുൾ ബല്ലാഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. സൈങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെടുവീർപ്പിടുക അല്ലേ. ലൈക്ക് ഫ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂള. അതായത് ഇവിടെ വിത്ത് വോഫുൾ ബല്ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പഴയ ഗാനങ്ങൾ കവിതകളൊക്കെ ഇല്ലേ, ഇതിനാണ് ബല്ലാഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ സോങ് ഓർ പോയം. ബല്ലാഡ് എന്ന് പറഞ്ഞാൽ എ സോങ് ഓർ പോയം. അപ്പം എന്താണ് ഈ വരികളിൽ പറയുന്നത്, അടുത്ത കഥാപാത്രം എന്തിൻ്റെയാണ്, ലവറിൻ്റേതാണല്ലേ. ദെൻ സൈൻ ലൈക്ക് എ ഫ്യൂറൻസ് വിത്ത് വോഫുൾ ബല്ലാഡ്, ഇപ്പം എന്താണ്, ചെറുപ്പക്കാരനായ ഒരു കാമുക എന്ത് ചെയ്യുന്നു, ഒരു തീച്ചൂള എന്നതുപോലെ ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുകയും എന്ത് ചെയ്യുന്നുണ്ട്, മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ, തൻ്റെ പ്രിയപ്പെട്ടവളുടെ പുരികത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബല്ലാഡ് അല്ലെ, പോയം ഒക്കെ പാടുകയും ചെയ്യുന്നു. പോയം, ബല്ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോങ് ഓർ പോയം, അതായത് പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്യുന്നു. മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. ദ നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. ദെൻ എ സോൾജിയർ, എന്താണ്, ഒരു സോൾജിയറിനെ കുറിച്ചിട്ടാണ് അല്ലേ. നാലാമത്തെ വേഷം എന്താണ്, ഒരു സൈനികൻ്റെ വേഷമാണെന്നാണ് പറയുന്നത്. ഫുൾ ഓഫ് strange oaths and beard like pad, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. എന്താ പറയുന്നത്, ദെൻ എ സോൾജിയർ അല്ലേ. സോൾജിയർ എന്ന് പറഞ്ഞ പട്ടാളക്കാരനല്ലേ. അപ്പോൾ നാലാമത്തെ വേഷം ഒരു സൈനികൻ്റെ ആണല്ലേ. ദെൻ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ്, വിചിത്രമായ
ശബദങ്ങളായിരിക്കും. ഓത്സ് മീൻസ് ശബദം. ഓക്കെ. ആൻഡ് ബിയേർഡ് ലൈക്ക് പാഡ്. ബിയേർഡ് ലൈക്ക് പാഡ്. പാഡ് എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിപ്പുലി അല്ലേ? ലെപ്പേർഡ് നമ്മൾ പറയില്ലേ? യെസ്, അതിനാണ് ഇവിടെ പാഡ് എന്ന് പറയുന്നത്. ആൻഡ് ബിയേർഡ് ലൈക്ക് ദ പാഡ് എന്താ പറയുന്നത്? വിചിത്രമായ ശബദങ്ങൾ ചെയ്യുന്ന പുള്ളിപ്പുലിയുടെ രോമങ്ങൾ പോലെ. പുള്ളിപ്പുലിയുടെ രോമങ്ങൾ പോലെ എന്താണ്? ജലസ് ഇൻ ഹോണർ സഡൻ ഇൻ ക്വിക്ക് ഇൻ കാർ അല്ലേ? ക്വാറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്കല്ലേ? ഓക്കെ. ജലസ് ഇൻ ഹ്യൂമർ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. അപ്പം എന്ത് ചെയ്യുന്നു? പുള്ളിപ്പുലിയുടെ ഫസ്റ്റ് വരികളിൽ എന്താ പറയുന്നത്? ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്സ് ആൻഡ് ബിയേർഡ് ലൈക്ക് ദ പാഡ്. അതായത് പുള്ളിപ്പുലിയുടെ രോമങ്ങൾ പോലെ കട്ടിയുള്ള താടി വെച്ച ഒരാളെന്നാണല്ലേ പറയുന്നത്. ദെൻ ജലസ് ഇൻ ഹോണർ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. അസൂയക്കാർ. അതുപോലെ തന്നെ ജലസ് മീൻസ് അസൂയ അല്ലേ? അസൂയക്കാര്. ഇൻ ഹോണർ, ദെൻ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. ഹോണർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നോക്കൂ, ഹോണർ റെസ്പെക്റ്റ് അല്ലേ? ദെൻ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. പിന്നെ എന്ത് ചെയ്യുന്നു? ക്ഷിപ്രകോപി അല്ലേ? അതുപോലെ തന്നെ സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. വെറും കുമിളകൾ പോലെ പൊള്ളയായിട്ടുള്ള പ്രശസ്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈവൻ ഇൻ ദ കനോൺസ് മൗത്ത്. കനോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരങ്കി അല്ലെ? കനോൺ എന്താണ്? പീരങ്കി. അപ്പോൾ ഈ വരികളിൽ എന്താ പറയുന്നത്? പീരങ്കിയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും തയ്യാറുള്ള ഒരാളായിട്ട് മാറും എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ ഈ വരികളിൽ എന്താണ്? ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്സ് ആൻഡ് ബിയേർഡ് ലൈക്ക് ദ പാഡ്, ജലസ് ഇൻ ഹോണർ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ, സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ കനോൺസ് മൗത്ത്. അതായത് നാലാമത്തെ വേഷം എന്താണ്? ഒരു സൈനികൻ്റെ ആണല്ലേ? വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ ഓത്സ് ഒക്കെ ചെയ്യുന്ന പുള്ളിപ്പുലിയുടെ ആൻഡ് ബിയേർഡ് ലൈക്ക് ദ പാഡ്. അതായത് പുള്ളിപ്പുലിയുടെ രോമങ്ങൾ പോലെ കട്ടിയുള്ള താടി വെച്ച ഒരാളല്ലേ? ദെൻ ജലസ് ഇൻ ഹോണർ സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ, സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ കനോൺസ് മൗത്ത്. അസൂയക്കാരി, ക്ഷിപ്രകോപി, വെറും കുമിളകൾ പോലെ പൊള്ളയായ പ്രശസ്തിക്ക് വേണ്ടി എന്ത് ചെയ്യും? പീരങ്കിയുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും തയ്യാറുള്ള ഒരാളായിരിക്കും അല്ലേ? ഇതാണ് നാലാമത്തെ സ്റ്റേജിൽ സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം. And then the justice in fair round belly with good cap and line, with eye savior and beard in formal cut, full of white sauce and modern instances, and so he plays his part. അപ്പം എന്താണ് ഈ വരികൾ പറയുന്നത്? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നീതി. അതെന്താ? ജഡ്ജില്ലേ, ന്യായാധിപൻ എന്നൊരു അവിടെ വരുന്നത്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ഓൺ ലൈൻ അല്ലേ? ക്യാപ്പ് ഓൺ എന്ന് പറയുന്നത് എന്താണ്? തടിച്ചൊരു പക്ഷിയാണ് പറയുന്നത്. എന്താണ്? തടിച്ചൊരു ക്യാപ്പോൺ. എന്താണ്? തടിച്ചൊരു പക്ഷി. അപ്പം എന്താണ് ഈ വരികൾ പറയുന്നത്? ഇനി അടുത്ത വേഷം എന്തിൻ്റേതാണെന്ന് പറയുന്നത്? ന്യായാധിപൻ്റെ അല്ലേ? ഒരു ജസ്റ്റിസിൻ്റെ വേഷമാണെന്നാണ് പറയുന്നത്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പേണിൽ. അപ്പം എന്താ ഇവിടെ പറയുന്നത്? നല്ല പോലെ ഭക്ഷണം കഴിച്ച് കുടവയറുള്ള ഒരാളെന്നാണല്ലേ പറയുന്നത്. നല്ല പോലെ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പോൺ ഇല്ലേ? അതായത് നല്ല പോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുടവയുള്ള ഒരാളാവും. വിത്ത് ഐ സേവിയർ ആൻഡ് ബിയേർഡ് ഇൻ ഫോർമൽ കട്ട്. ദെൻ എന്താണ്? ഗൗരവമുള്ള കണ്ണ്. വിത്ത് ഐ സേവിയർ ആൻഡ് ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട്. അതുപോലെ തന്നെ ഭംഗിയായിട്ട് വെട്ടിയ താടിയൊക്കെ ഉള്ള ഒരാളല്ലേ? ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റാൻസസ്. അറിവുകളും അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളും സമകാലിക സന്ദർഭങ്ങളൊക്കെ ഉദ്ധരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? ആൻഡ് സോ ഹി പ്ലേസ് ഹീസ് പാർട്ട്. അയാൾ തൻ്റെ വക നന്നായിട്ട് അഭിനയിച്ച് തീർക്കുന്നു അല്ലേ? അപ്പം അടുത്ത സ്റ്റേജ് എന്താണ് പറയുന്നത്? അടുത്ത വേഷം എന്താണ്? ന്യായാധിപൻ്റെ, ജസ്റ്റിസിൻ്റെയാണ്. ഇൻ ഫെയർ അറൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ഓൺ ജിലിൻ്റെ. അതായത് നല്ല പോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുടയറുള്ള ഒരാളല്ലേ? പിന്നെ എന്താ പറഞ്ഞുള്ളത്? വിത്ത് ഐ സേവി ആൻഡ് ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട് അല്ലേ? അതായത് നല്ലപോലെ എന്ത് ചെയ്യുന്നു ഇവിടെ? വിത്ത് ഐ സേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൗരവമുള്ള കണ്ണുകളും ആൻഡ് ബിയേർഡ് ഇൻഫോർമൽ കട്ടുകൾ അല്ലേ? അതായത് ഗൗരവമുള്ള കണ്ണും ഭംഗിയായി വെട്ടിയ താടിയൊക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റാൻസസ് ആൻഡ് സോ ഹി പ്ലേസ് ഹീസ് പാർട്ട്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? അറിവുകളും അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളും സമകാലിക സന്ദർഭങ്ങളൊക്കെ ഉദ്ധരിച്ച് അയാൾ എന്ത് ചെയ്യും? തൻ്റെ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യും? അഭിനയിക്കുന്നു എന്നാണല്ലേ പറയുന്നത്. The next sixth stage ആണല്ലേ. The sixth stage shifts into a lean and slippered pantaloon അല്ലേ? pantaloon. എന്താ പറയുന്നത് ഇവിടെ? ആറാമത്തെ സ്റ്റേജ് എന്താണ്? ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആറാമത്തെ ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇൻടു ലീൻ. ലീൻ മീൻസ് മെലിഞ്ഞിട്ടുള്ള അല്ലേ? ലീൻ എന്താണ്?
മെലിയ അല്ലേ, മെലിഞ്ഞിട്ട് ഇവിടെ ചിത്രം നോക്കൂ, ഇതേപോലെ മെലിഞ്ഞിട്ട് ആൻഡ് സ്ലിപ്പേഴ്സ് ആൻഡ് പാൻറ്റലോൺ, എന്തൊക്കെയും മെലിഞ്ഞ് വള്ളിച്ചെരുപ്പും ഗാലറിയൊക്കെ ധരിച്ചിട്ടുള്ള ഒരു വൃദ്ധനായിട്ട് മാറുകയാണ് അല്ലേ. ദെൻ വിത്ത് സ്പെക്ടാക്കിൾസ് ഓൺ നോൺസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്, പിന്നെ എന്തൊക്കെയാണുള്ളത്, മൂക്കിന് മുകളിലായിട്ട് എന്തുണ്ടാവും, ഒരു കണ്ണട, സ്പെക്ടക്കിൾസ് ഉണ്ടാവും അല്ലേ, കണ്ണട ഉണ്ടാവും. ദെൻ എന്താണ്, അരയിൽ ആൻഡ് പൗച്ച് ഓൺ സൈഡ്, അരയിലായിട്ട് എന്തുണ്ടാവും, ഒരു പൗച്ചും ഉണ്ടാവും അല്ലേ. ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സാവ്ഡ് എ വേൾഡ് ടു വൈഡ്, എന്താണ് ചെറുപ്പത്തിൽ എന്ത് ചെയ്യാണ്, ഫോർ ഹിസ് യൂത്ത്ഫുൾ ഹോസ് വെൽ സാവ്ഡ് ദ വേൾഡ് ടു വൈഡ്, ചെറുപ്പത്തിൽ ധരിച്ചിരുന്ന കാലറുകൾ ഇപ്പോൾ എന്താണ്, അയാളുടെ മെലിഞ്ഞ കാലിന് എന്താണ്, വളരെ വലുതാണ് അല്ലേ. ഫോർ ഹിസ് ഷാങ് ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിംഗ് അഗെയിൻ ടുവേർഡ്സ് ചൈൽഡിഷ് ട്രബിൾ പൈപ്സ് ആൻഡ് വിസ്ലസ് ഇൻ ഹിസ് സൗണ്ട്, ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്, എന്താ പറയുന്നത്, അയാളുടെ ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, പൗരുഷൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പം എങ്ങനെയാണ്, വളരെ ലോലമായിട്ടിരിക്കുന്നു എന്നാണ് അല്ലേ പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശ്വാസം എന്താണ്, ചൂളം വിളിയായിരിക്കുന്നു, വിസിൽസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അല്ലേ, ചൂളം വിളിയായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, അവസാനത്തെ സീനാണ് അല്ലേ, ദാറ്റ് എൻഡ് ദി സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. അപ്പോൾ ഇതെന്താണ്, ഇതൊരു വിചിത്രവും സ്ട്രേഞ്ചും അതുപോലെ തന്നെ എന്താണ്, ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി ആയിട്ട് മാറണം അല്ലേ, സംഭവ ബഹുലമായിട്ടുള്ള ജീവിതകഥയുടെ ലാസ്റ്റ് ലെങ്കാണ് അല്ലേ, ലാസ്റ്റ് സീൻ ഓഫ് ഓൾ. ഈ സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ, ദെൻ സാൻസ് ടീത്ത്, സാൻ ഐ, സാൻ ടേസ്റ്റ്, സ്റ്റാൻഡ്സ് എവറിത്തിങ്. ഇതിന് എന്താ പറയുന്നത്, അവസാനത്തെ ഭാഗം രണ്ടാം ബാല്യകാലം എന്നാണ് അല്ലേ ഇതിനെ പറയുക, സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്നാ പറയാം. ബാല്യകാലം എന്താണ്, കേവലം ഓർമ്മക്കുറവാണ് അല്ലേ. ദെൻ സാൻസ് ടീത്ത്, പല്ലില്ലാതെ, സാൻസ് ഐസ്, കാഴ്ച ശക്തി ഇല്ലാതെ, അതുപോലെ തന്നെ എന്താണ്, സാൻസ് ടേസ്റ്റും ഇല്ലാതെ, സാൻസ് എവറിത്തിങ്, എല്ലാം ക്ഷയിച്ച് ജീവിതം എന്ത് ചെയ്യാണ്, അന്ത്യരംഗത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അല്ലേ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണല്ലോ ഇവിടെ നോക്കി, ഈ ഒരു പിക്ചറിൽ ഇതേപോലെ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് ലാസ്റ്റ് ഒരു സെക്കൻഡ് ചൈൽഡിഷ്നെസ്സിൻ്റെ ആ സ്റ്റേജിലാണ് അല്ലേ, ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടൊരു സ്റ്റേജാണ് അല്ലേ. അതായത് നമ്മൾ വിചിത്രവും സംഭവ ബഹുലവുമായ ജീവിതകഥയുടെ അവസാനത്തെ രംഗമാണ് അല്ലേ 7 എന്ന് പറയുന്നത്. അതായത് രണ്ടാം ബാല്യവും അതുപോലെ കേവലം ഓർമ്മക്കുറവൊക്കെ ആണല്ലോ, പല്ലില്ലാതെ, അതുപോലെ സാൻസ് ടീത്ത്, സാൻസ് ഐസ്, കാഴ്ചയില്ലാതെ, സാൻസ് ടേസ്റ്റ് ഒന്നുമില്ലാതെ, സാൻസ് എവറിത്തിങ്, എല്ലാം ക്ഷയിച്ച് ജീവിതം എന്ത് ചെയ്യണം, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിരിക്കുന്നു. ദ 7 Ages of Man എക്സ്ട്രാക്ട് വില്യം ഷേക്സ്പിയർ വെൽ നോൺ പ്ലേ ആസ് യു ലൈക്ക്. വെൽ നോൺ പ്ലേ ആസ് യു ലൈക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ദ 7 Ages of Man എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേർഡ്സിൻ്റെ മീനിങ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റീജോയ്സ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹൗ ഈസ് ഇൻഫാൻസി ദ ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ്ഡ്. ഇൻഫാൻസി അല്ലേ, നമ്മൾ കുട്ടിത്തത്തെ അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ്, ജീവിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻഫാൻസിയെ എങ്ങനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അല്ലെ ആദ്യഘട്ടമായിട്ടുള്ള ശൈശവാവസ്ഥയെ എങ്ങനെയാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ആക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഈ ഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആക്ഷൻസ് എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ഇൻഫാൻസി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ടൈം ഓഫ് കംപ്ലീറ്റ് ഹെൽപ്ലെസ്നെസ് അല്ലേ, നിസ്സഹായാവസ്ഥ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സമയത്ത് ഇല്ലല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ ആരാണ്, നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും അല്ലേ നോക്കുന്നുണ്ടാവുക. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. ദ ഇൻഫാൻറ്റ് ഈസ് മ്യൂളിങ്. ഇൻഫാൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മ്യൂളിങ്, കരയുന്നു അല്ലേ. ആൻഡ് പക്കിങ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻ ദ നേഴ്സസ് ഹാൻഡ്സ്, നമ്മൾ നേഴ്സസിൻ്റെ കൈകളിൽ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന ആളുടെ കൈകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മുടെ അമ്മയാവാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ കെയർ ടേക്കർ ആരെങ്കിലും ആവാം അല്ലേ. അവരുടെ കൈകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മ്യൂള് ചെയ്യും അല്ലേ, എന്ത് ചെയ്യും, അവരുടെ കൈകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. അതുപോലെ തന്നെ മ്യൂളിങ് മീൻസ് നമ്മൾ എന്ത് ചെയ്യും, കിടന്ന് കരയും അല്ലേ. ദ സ്റ്റേജ് റിഫ്ലക്ട്സ് ദ ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ്. അപ്പോൾ ഈ സ്റ്റേജ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, ടോട്ടൽ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. വിത്ത് നോ എബിലിറ്റി ടു കെയർ ഫോർ വൺസെൽഫ്. എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ നമുക്ക് സ്വയം സാധിക്കുകയില്ല. ഒരു കാര്യമാണല്ലേ നമ്മൾ ഇൻഫാൻസിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? ഇൻഫാൻസി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ടൈം ഓഫ് കംപ്ലീറ്റ് ഹെൽപ്ലെസ്നെസ്. ദ ഇൻഫാൻറ്റ് ഈസ് മ്യൂളിങ് ആൻഡ് പക്കിംഗ് ദ നഴ്സസ് ആംസ്. ദിസ് സ്റ്റേജ് റിഫ്ലെക്ട്സ്, ഈ സ്റ്റേജ് എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ടോട്ടൽ ഡിപ്പെൻഡ്സ് ഓൺ അതേഴ്സ് who with no ability to care for oneself. Okay, the next question. With which age mentioned in the extra do you identify now? Why? അപ്പം എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ കാവ്യഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന ഏത് ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ഏത് ഘട്ടത്തിലാണ്? വൈ, എന്തുകൊണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഒരു സ്കൂൾ ബോയ് ആണല്ലേ, അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? സ്കൂൾ ബോയ് അല്ലെങ്കിൽ സ്കൂൾ ഗേൾ ആണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം, ഐ ഐഡൻറ്റിഫൈ ദ സ്റ്റേജസ് ഓഫ് ദി സ്കൂൾ ബോയ് ബിക്കോസ് ഐ ആം കറൻ്റ്ലി എ സ്റ്റുഡൻറ്റ്. ഇപ്പം ഞങ്ങൾ എന്താണ്? സ്റ്റുഡൻ്റ് ആണല്ലേ. ലൈക്ക് ദ സ്കൂൾ ബോയ് ഐ അറ്റൻഡ് ക്ലാസ് ഡയലി, ക്യാരി എ ബാഗ് ആൻഡ് സംടൈംസ് ഫീൽ റിലക്റ്റൻറ്റ് ടു ഗോ ടു സ്കൂൾ എസ്പെഷ്യലി ഏർലി ഇൻ ദ മോർണിംഗ്. ഇപ്പം ഞങ്ങൾ ഏത് സ്റ്റേജിലാണെന്നാണ്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റേജിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? ഐ ഐഡൻറ്റിഫൈ വിത്ത് ദ സ്റ്റേജ് ഓഫ് ദ സ്കൂൾ ബോയ് ബിക്കോസ് ഐ ആം കറൻ്റ്ലി എ സ്റ്റുഡൻറ്റ്. ഞാൻ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്. ലൈക്ക് ദ സ്കൂൾ ബോയ്, സ്കൂൾ ബോയിയെ പോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഐ അറ്റൻഡ് ക്ലാസ്സസ് ഡയലി, ഞാൻ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ക്യാരി എ ബാഗ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ബാഗൊക്കെ കൊണ്ടുപോകാറുണ്ട് അല്ലേ. ആൻഡ് സംടൈംസ് ബി റിലക്റ്റഡ് ടു ഗോ ടു സ്കൂൾ, ചില സമയങ്ങളിലൊക്കെ എന്താണ്? എനിക്ക് സ്കൂളിലേക്ക് പോകാൻ എന്താണ്? മടിയാണ് അല്ലേ, ഒരു അൺവില്ലിങ് ആയിട്ട്. എസ്പെഷ്യലി ഏർലി ഇൻ ദ മോർണിംഗ്, വളരെ നേരത്തെയൊക്കെ എണീക്കാനൊക്കെ എന്താണ്? ഒരു മടിയായിരിക്കും അല്ലേ നിങ്ങൾക്കിപ്പോൾ. യെസ്. Then what are the qualities attributed to the soldier? What does he seek? എന്താ ചോദിച്ചുള്ളത്? ഒരു സോൾജിയർ അല്ലെ, ഒരു സൈനികന് എന്തൊക്കെ ഗുണങ്ങളാണ് നൽകിയിരിക്കുന്നത്? അദ്ദേഹം എന്താണ് തേടുന്നത്? വാട്ട് ഡസ് ഹി സീക്ക് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം എന്താണ് സീക്ക് ചെയ്യുന്നത്? അന്വേഷിക്കുന്നത്. അപ്പോൾ സോൾജിയറിന് എന്തൊക്കെയാണുള്ളത്? ദ സോൾജിയർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രേവ്, അംബീഷ്യസ്, ക്വിക്ക് ടു ആങ്കർ ആൻഡ് ഫിയർസ്ലി പ്രൊട്ടക്റ്റീവ് ഓഫ് ഹിസ് ഹോണർ അല്ലേ. ഹി സർവേസ് സ്ട്രേഞ്ച് ഓത്ത്സ് ആൻഡ് ഹിസ് ബിയേർഡ് ലൈക്ക് എ ലെപ്പേർഡ്. ഹി സീക്സ് ദ ബബിൾ റെപ്യൂട്ടേഷൻ, മീനിങ് ഷോർട്ട് ലിവ്ഡ് ഫ്രെയിം ആൻഡ് ഈവൻ വില്ലിംഗ് ടു റിസ്ക് ഹിസ് ലൈഫ് ഇൻ ബാറ്റിൽ ഫോർ ഇറ്റ്, ഷോയിങ് ഹിസ് ഫിയർലെസ് ആൻഡ് ഡിറ്റർമൈൻഡ് നേച്ചർ അല്ലേ. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞു? നമ്മൾ കവിതയിൽ പറയുന്നുണ്ടല്ലോ എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്ന്. ബ്രേവ് ആണ്, ധീരാണ്, ദെൻ അംബീഷ്യസ് ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും അല്ലെ, ക്വിക്ക് ടു ആങ്കർ ആണ്, ദെൻ ഫിയേഴ്സ്ലി പ്രൊട്ടക്റ്റീവ് ഓഫ് ഹിസ് കോർണർ. ഹി സിവേഴ്സ് സ്ട്രേഞ്ച് ഓത്ത്സ് ആൻഡ് ഇറ്റ്സ് ബിയേർഡ് ലൈക്ക് ലെപ്പേർഡ്. ഹി സീക്സ്, അദ്ദേഹം എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത്? ഹി സീക്സ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ആണ് അല്ലേ. ദെൻ മീനിങ് ഷോർട്ട് ലിവ്ഡ് ഫെയിം ഇൻ ഹിസ് ഈവൻ വില്ലിംഗ് ടു റിസ്ക് ഹിസ് ലൈഫ് ഇൻ battle for it, show his fearless and determined nature. Okay, then നാലാമത്തെ ചോദ്യം എന്താണ്? ഹൗ ഡസ് ദ റൈറ്റർ ഡിസ്ക്രൈബ് ദ 6th ഏജ് ഓഫ് ലൈഫ്? 6th സ്റ്റേജ് എങ്ങനെയാണ് അല്ലേ? ഹൗ ഡസ് ദ ഏജ് കോൺട്രാസ്റ്റ് വിത്ത് ദ ഏർലിയർ സ്റ്റേജസ്? ജീവിതത്തിലെ 6ാം ഘട്ടത്തെ കവി എങ്ങനെയാണ് വിവരിക്കുന്നത്? ദെൻ ഹൗ ഡിസ് ദിസ് ഏജ് കോൺട്രാസ്റ്റ് വിത്ത് ഏർലിയർ സ്റ്റേജസ്? അപ്പോൾ ഈ ഘട്ടം മുൻപുള്ള ഘട്ടങ്ങളുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 6th സ്റ്റേജ് എന്താണ്? യെസ്, 6th സ്റ്റേജ് ഈസ് പോർട്രേഡ് ഈസ് വൺ ഓഫ് ഫിസിക്കൽ ഡിക്ലൈൻ ആൻഡ് വീക്ക്നെസ്സിനെയാണല്ലേ കാണിക്കുന്നത്. ദാൻ ബിക്കംസ് തിൻ, മനുഷ്യൻ എന്തായിട്ട് മാറുന്നു? തിന്നായിട്ട് മാറുന്നു, അതായത് വളരെ മെലിയാണ് അല്ലേ. ദെൻ വെയേഴ്സ് സ്ലിപ്പേഴ്സ്, ദെൻ എന്ത് ധരിക്കുന്നുണ്ട്? സ്ലിപ്പേഴ്സ് ഒക്കെ ധരിക്കും. ആൻഡ് ദെൻ സ്പെക്ടാക്കിൾ ഓൺ ഹിസ് നോൺസ് ആൻഡ് ക്യാരീസ് പൗച്ച് അറ്റ് ഹിസ് സൈഡ്. അതുപോലെ തന്നെ എന്താണ്? സ്പെക്ടക്കിൾസ് ഒക്കെ, അതായത് കണ്ണടയൊക്കെ ധരിക്കും. ദെൻ ക്യാരീസ് അറ്റ് പൗച്ച് അറ്റ് ഹിസ് സൈഡ്, ഒരു സൈഡിലായിട്ട് പൗച്ച് ഉണ്ടാവും. ദെൻ വൺസ് വെൽ ഫിറ്റിംഗ് യൂത്ത്ഫുൾ ക്ലോത്ത്സ് നൗ ബാങ് ലൂസ്ലി ഓൺ ഹിസ് സ്ട്രെങ്തൻ ലെഗ്സ്. ഹിസ് സ്ട്രോങ് വോയിസസ് വീക്കൻസ് ആൻഡ് ബിക്കം ഹൈ പിച്ചഡ് ലൈക്ക് ദാറ്റ് ഫോർ എ ചൈൽഡ്. ആദ്യം നല്ല പൗരുഷമുള്ള സൗണ്ടാണ്, പിന്നെ എന്താവും? സൗണ്ടൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് മാറുകയാണ് അല്ലേ. The stages in stark contrast to the earlier ones, especially the soldiers and justice stages, where the man is strong-powered and authoritative. In the 6th stage, it's begin to return as stages of dependency and fragility. അല്ലേ, ഫസ്റ്റ് the stage is stark contrast the earlier one. ഫസ്റ്റ് സ്റ്റേജിനെക്കാട്ട് ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ 6th സ്റ്റേജ് എത്തുമ്പോൾ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കോൺട്രാസ്റ്റ് ദ ഏർലി, എസ്പെഷ്യലി ദ സോൾജിയർ ആൻഡ് ജസ്റ്റിസ് സ്റ്റേജസ്. പ്രത്യേകിച്ച് നമ്മുടെ സോൾജിയർ, ജസ്റ്റിസ്, ഏജ് സ്റ്റേജസിനൊക്കെ വ്യത്യാസം വളരെയധികം എന്തുണ്ട്? കോൺട്രാസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ. ഓ ദ മാൻ ഇൻ സ്ട്രോങ്, ആ സമയത്തൊക്കെ എന്താണ്? വളരെ സ്ട്രോങ്ങും അതുപോലെ തന്നെ അതോറിറ്റീവ് ആയിരിക്കും അല്ലേ.
ഇൻ ദ 6th സ്റ്റേജിൽ എങ്ങനെയാണ് ഹി ബിഗെയിൻസ് ടു റിട്ടേൺ ടു എ സ്റ്റേജ് ഓഫ് വീണ്ടും എന്ത് ചെയ്യണം റിട്ടേൺ ചെയ്യണം ഇൻഫാൻറ്റിലേക്ക് ആവുന്ന പോലെ ഒരു സെക്കൻഡ് ഇൻഫാൻറ്റ് അല്ലേ സെക്കൻഡ് ഒരു ചൈൽഡ്ഹുഡ് ആയിട്ട് മാറുകയാണ് അതായത് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ് അല്ലേ 6th സ്റ്റേജിൽ യെസ് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം നൗ റീഡ് ദ എക്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ നമുക്കിവിടെ ഒരു ടേബിൾ നോക്കൂ ഏജ് ഓർ സ്റ്റേജ് നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഇൻഫാൻ്റ് ആണ് അല്ലേ ദെൻ ഡിസ്ക്രിപ്ഷൻ എഴുതണം കീ ഇമാജറി എഴുതണം ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം അതിൻ്റെ സവിശേഷതകളും എഴുതണം ദെൻ നെക്സ്റ്റ് സ്റ്റുഡൻ്റ് ആണ് ദെൻ സോൾജിയർ അല്ലേ സോറി ലവർ ദെൻ സോൾജിയർ അല്ലേ ഓക്കെ ദെൻ ജസ്റ്റിസ് അങ്ങനെ ഓരോ സ്റ്റേജും ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് ഡിസ്ക്രിപ്ഷൻ എഴുതുക കീ ഇമാജറി എഴുതുക ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇൻഫാനിൽ എന്ത് എഴുതാം യെസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് എ ഹെൽപ്ലെസ് ബേബി ആണ് അല്ലേ ദെൻ കീ ഇമാജറി എന്താണ് മ്യൂളിങ് ആൻഡ് പക്കിങ് ഇൻ ദ നഴ്സസ് ആൻഡ് ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്നസെൻ്റ് ആയിരിക്കും വൾണറബിൾ ആയിരിക്കും ആൻഡ് നീഡി ആയിരിക്കും അല്ലേ ദെൻ സെക്കൻഡ് സ്റ്റുഡൻ്റ് ആണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് സ്കൂൾ ബോയ് ഹു ഗോസ് അൺവില്ലിങ് ടു സ്കൂൾ ഒരു സ്കൂൾ ബോയ് ആയിരിക്കും എന്താണ് സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അൺവില്ലിങ് ആയിട്ട് ഇഷ്ടമില്ലാത്തൊരു കുട്ടിയായിരിക്കും അല്ലേ ഇവിടെ ദെൻ കീ ഇമാജറിൽ എന്തൊക്കെയാണ് പറഞ്ഞത് വിത്ത് ഹി സാഷൽ ആൻഡ് ഫ്രഷ് ഷൈനിങ് ഫേസ് വാക്ക് സ്ലോലി ലൈക്ക് എ സ്നെയിൽ അല്ലേ ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്നസെൻസ് ആവും റിലക്റ്റൻസ് ഓഫ് ഏർലി ലേണിംഗ് ദ നെക്സ്റ്റ് യങ് പേഴ്സൺ ആണ് അല്ലേ ഡീപ്ലി ഇൻ ലവ് ഫുൾ ഓഫ് ഇമോഷൻ ആയിരിക്കും അല്ലേ ദെൻ കീ ഇമാജറിൽ എന്താണ് സൈൻ ലൈക്ക് ഫ്യൂറൻസ് വിത്ത് എ ഓഫുൾ ബലാഡ് ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്തൊക്കെ എഴുതാം പാഷനേറ്റ് ആയിരിക്കാം സെൻറ്റിമെൻ്റൽ ആയിരിക്കാം ഡ്രീമി ഒക്കെ ആവും അല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് എ ബോൾഡ് ആൻഡ് അഗ്രസീവ് യങ് അഡൾട്ടായിട്ട് മാറുകയാണ് അല്ലേ ദെൻ എന്തൊക്കെയാണ് കീ ഇമാജറി ബിയർ ലൈക്ക് ദ പാറ്റ് സീക്കിംഗ് ബബിൾ റെപ്യൂട്ടേഷൻ ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്തൊക്കെ എഴുതാം അംബീഷ്യസ് ക്യുക്ക് ടെമ്പേർഡ് ആൻഡ് ബ്രേവ് എന്ന് എഴുതാം അല്ലേ ദെൻ മെച്യൂർ വൈസ് ആൻഡ് അതോറിറ്റീവ് പേഴ്സൺ ആണ് അല്ലേ നെക്സ്റ്റ് സ്റ്റേജിൽ യെസ് കീ ഇമാജറി എന്താണ് ഫെയർ റൗണ്ട് ബെല്ലി ഐ സേവിയർ ബിയർഡ് ഓഫ് ഫോമൽ കട്ട് ദെൻ ക്യാരക്ടറിസ്റ്റിക്സിൽ വൈസ് എക്സ്പീരിയൻസ്ഡ് റെസ്പെക്റ്റഡ് ആണ് അല്ലേ ദെൻ നെക്സ്റ്റ് ഏത് സ്റ്റേജ് 6th സ്റ്റേജ് അല്ലേ ഫിസിക്കലി വീക്ക് ആൻഡ് ഏജിങ് പേഴ്സൺ ആയിട്ട് മാറുകയാണ് അല്ലേ ദെൻ ലീൻ ആൻഡ് കീ ഇമാജറി എന്താണ് ലീൻ ആൻഡ് സ്ലിപ്പേർഡ് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ദെൻ ഷ്രിങ്ക്ലിംഗ് ലിപ്സ് ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രെയില് നൊസ്റ്റാൾജിക് ഡിക്ലൈൻ അല്ലേ ദ ലാസ്റ്റ് സ്റ്റേജ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫ് റിസംബ്ലിംഗ് ദ ഇൻഫാൻസി ആൻഡ് മാർക്ക്ഡ് ബൈ ഡിപ്പെൻഡൻസി അല്ലേ അപ്പോൾ അവിടെ കീ ഇമാജറി എന്തായിരുന്നു യെസ് ദ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് സെക്കൻഡ് ചൈൽഡ് ഇൻ ഒബ്ലിവിയൻ അല്ലേ ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ലോസസ് ടീത്ത് ഐസൈറ്റ് ടേസ്റ്റ് ആൻഡ് മെമ്മറി ആൻഡ് എൻഡ് ഓഫ് ലൈഫ് എന്താണ് ലോസസ് ടീത്ത് ഐസൈറ്റ് ടേസ്റ്റ് ആൻഡ് മെമ്മറി ആൻഡ് എൻഡ് ഓഫ് ലൈഫ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ടേബിൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം Okay, then after complete the table, discuss the points and write brief paragraphs. Summarize the central themes of the extract with the help of the guidelines given below. Okay, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. The 7 Ages of Man written by ആരാണ് വില്യം ഷേക്സ്പിയർ ആണ് അല്ലേ അപ്പം written by William Shakespeare is taken from the play As You Like It. In this extract, the world is compared to a stage. The extract outlines എന്ന് എഴുതാൻ നമുക്ക് 7 stages of man's life അല്ലേ 7 stages of man's life. In the first സ്റ്റേജിൽ എന്താണ് in the first stage in the first stage the baby cries and needs care. Then second stages എന്താണ് childhood ആണ് അല്ലേ where the child goes to school. And the third stage is a young lover full of emotion. The fourth stage is soldier. The fourth stage is a soldier, brave and quick to fight. The fifth stage is a wise judge and full of knowledge and experience. Then sixth stage is an old man, weak and wearing glasses. The last stage is second childhood, where the man becomes weak and forgetful, needing help like a baby. Okay, അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ ഇതുപോലെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ദെൻ ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് ആണ് അല്ലേ ആക്ടിവിറ്റി 1 എന്താണ് റീഡ് ദ ലൈൻസ് ഫ്രം ദ എക്സ്ട്രാക്ട് എന്നുള്ള ഭാഗത്തു നിന്നുള്ള നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്നുള്ള കുറച്ച് ലൈൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. And then the winning schoolboy with his satchel and shining a morning face creeping like snail unwilling to school.
ഇവിടെ എന്താണ് ഹിയർ ദ റൈറ്റർ കമ്പയർ ദ സ്കൂൾ ബോയ്സ് അൺവില്ലിംഗ് വാക്ക് ടു ഗോ ടു സ്കൂൾ എ സ്നൈൽ സ്ലോ പേസ് അല്ലേ. ഒരു സ്റ്റൈലിൻ്റെ ഇഴലുമായിട്ടാണ് ഏത് ബന്ധിപ്പിച്ചിട്ടുള്ളത്, കമ്പയർ ചെയ്തിട്ടുള്ളത്, താരതമ്യം ചെയ്തിട്ടുള്ളത്. എ സ്കൂൾ ബോയ്സ് അൺവില്ലിംഗ് ടു ഗോ ടു സ്കൂൾ. ഒരു ആൺകുട്ടി സ്കൂൾ ബോയ് എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് പോകാൻ വിസമ്മതിച്ച് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അത് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? യെസ്, സ്നേൽ സ്ലോ പേസ് ആയിട്ടാണ് അല്ലേ. ദ റൈറ്റർ യൂസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് കമ്പാരിസൺ. ഇവിടെ കമ്പാരിസണിന് വേണ്ടിയിട്ട് ലൈക്ക് എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്? നിങ്ങൾക്ക് അറിയൂ അതെന്താണെന്ന്? എന്താണ്? യെസ്, ഇറ്റ് ഈസ് എ സിമിലി അല്ല. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? സിമിലി. അപ്പോൾ സിമിലി എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺ വൺ തിങ് ഈസ് സിമിലർ ടു അനദർ. അപ്പോൾ സിമിലി എന്ന് പറയുന്നത് എന്താണ്? ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അത് എന്ത് ചെയ്യുന്നു? ദാറ്റ് കമ്പയർസ്, അത് കമ്പയർ ചെയ്യുന്നു ടു ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ആസ്. അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് അല്ലേ ഇവിടെ സിമിലി എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വൺ തിങ് ഈസ് സിമിലർ ടു അനദർ. അപ്പോൾ ഇത് എന്താ പറയുന്നത്? ഒരു സാധനം മറ്റൊന്നുമായിട്ട് സിമിലർ ആണ്, രണ്ടും കൂടിയിട്ടൊരു സിമിലർ ആണ് എന്നാണ് പറയുന്നത്. പിക്ക് ഔട്ട് ദ അതർ ഇൻസ്റ്റാൻസസ് ഓഫ് സിമിലി ഇൻ ദ എക്സ്ട്രാക്ട്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റ് സിമിലിക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ അല്ലേ, അതൊന്ന് പറയാം നമുക്ക്. കമ്പയർസ് എ സ്ലോ വാക്ക് ഓഫ് ദ സ്കൂൾ ബോയ് ടു എ സ്നെയിൽ. ദെൻ സൈൻ ലൈക്ക് എ ഫ്യൂറൻസ് ഉണ്ട് അല്ലേ. ദെൻ കമ്പയർസ് ദ ലവേഴ്സ് ഡീസൈഡ് ടു എ ഹോട്ട് ഫ്യൂറൻസ്. ദെൻ തേർഡ് വൺ ഏതെഴുതാം? യെസ്, ബിയേഡ് ലൈക്ക് എ പാഡ് അല്ലേ. അതായത് കമ്പയർസ് ദ സോൾജിയേഴ്സ് ബിയേഡ് ദാറ്റ് ഓഫ് എ ലെപ്പേർഡ് അല്ലേ. ഓക്കെ, ദെൻ കൺസിഡർ ദ ഫസ്റ്റ് 2 lines ഓഫ് ദ എക്സ്ട്രാക്ട്. വാട്ട് ആർ ദ 2 things compared here? കൺസിഡർ ദ ഫസ്റ്റ് 2 lines. ഫസ്റ്റ് 2 lines പറയുന്നില്ലേ നോക്കൂ. ഓൾ ദ വേഴ്സ് സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്. ഫസ്റ്റ് 2 lines ആണ് അല്ലേ. വാട്ട് ആർ ദ 2 things compared here? എന്ത് 2 കാര്യങ്ങളാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്? ഇവിടെ എന്താ പറയുന്നത്? വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ് അല്ലേ. വേൾഡ് ഈസ് ഫസ്റ്റ് ലൈൻ എന്താ പറയുന്നത്? ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് വേൾഡ്സ് കമ്പയറുടെ വേൾഡിനെ, ലോകത്തെ അഥവാ ജീവിതത്തെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു സ്റ്റേജുമായിട്ടാണ് അല്ലേ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു നാടകവേദിയുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്. സെക്കൻഡ് ലൈനിൽ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? യെസ്, ദ മെൻ ആൻഡ് വുമൺ ആർ കമ്പയർഡ് ടു പ്ലേയേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആയിട്ടാണ് അല്ലേ. ദ മെൻസ് This means like a play and the people are the actors who play different roles during their lives അല്ലേ. Here the writer uses the figure of speech. Writer uses the figure of speech called metaphor. ഇവിടെ റൈറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? മെറ്റഫർ ആണല്ലേ. ഇറ്റ് സ്റ്റേറ്റ് ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ദാറ്റ് വി ആർ പെർഫോമേഴ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റേറ്റ്സ് ദാറ്റ് വേൾഡ് ഈസ് എ സ്റ്റേജ്. ലോകം എന്താണ്? ജീവിതം എന്താണ്? ഒരു നാടകവേദിയാണ് അല്ലേ. ആൻഡ് ദാറ്റ് വി ആർ പെർഫോമേഴ്സ് ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. നമ്മളൊക്കെ അതിൽ എന്താണ്? അഭിനേതാക്കളാണ് അല്ലേ, പെർഫോമേഴ്സ് ആണ്. പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റാൻസസ് ഓഫ് മെറ്റഫർ ഇൻ ദ എക്സ്ട്രാക്ട്. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ സിമിലിക്ക് ഉദാഹരണങ്ങൾ എഴുതിയില്ലേ, അതുപോലെ തന്നെ മെറ്റഫർ വരുന്ന എക്സ്ട്രാ നമ്മൾ പഠിച്ച ചാപ്റ്റർ എന്നുള്ള അതിനുള്ള പിക്ക് ഔട്ട് ചെയ്തെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇൻസ്റ്റാൻസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ എഴുതാം? ഫസ്റ്റ് വൺ ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് എഴുതാം അല്ലേ. ദ വേൾഡ് ഈസ് നോട്ട് എ ലൈക്ക് സ്റ്റേജ് ഇസ് എ മെറ്റഫർ ആണ്. ദെൻ സെക്കൻഡ് നമുക്ക് എഴുതാം ഓൾ ദ മെൻ ആൻഡ് വുമൺ ആർ മിയർലി പ്ലേയേഴ്സ് എഴുതാം അല്ലേ. ഇവിടെ എന്താണ്? പീപ്പിൾ ആർ കോൾഡ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആയിട്ടാണ് അല്ലേ ഇൻ ലൈഫ് ഡയറക്ട്ലി. ദെൻ തേർഡ് വൺ നമുക്ക് എഴുതാം വിത്ത് സ്പെക്ടാക്കിൾസ് ഓൺ നോട്ട്സ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്. ഇതെന്താണ്? ദസ് ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻ ലൈക്ക് ആൻ ആക്ടർ ഇൻ കോസ്റ്റ്യൂം continuing the metaphor of life as a play. Then fourth one ഏതാണ്? second childishness and mere oblivion അല്ലേ. Then old age is described as a second childhood comparing into the first stage of life, not by saying like but directly. This metaphor എന്താണ്? help to read understand life as a performance with each age being a different act in the play. അപ്പോൾ മെറ്റഫർ എന്താണെന്നാണ് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. മെറ്റഫർ എന്താണ്? ഒരു പോയറ്റിക് ഡിവൈസ് ആണ് അല്ലേ. ദാറ്റ് സ്റ്റേജ് ഇംപ്ലിസിറ്റ് കമ്പാരിസൺ വിത്തൗട്ട് ദ യൂസ് ഓർ ലൈക്ക് ഓർ ആസ്. വിത്ത് ഐക്കോ ആസ് ഒന്നും യൂസ് ചെയ്യാണ്ട് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യുന്നതാണ് അല്ലേ. ഇറ്റ് അസേഴ്സ് ദ 2 things ആർ ഐഡൻറ്റിക്കൽ റാദർ ദാൻ ജസ്റ്റ്
സിമിലർ. അപ്പോൾ മെറ്റഫർ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സിമിലയും മെറ്റഫറൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.